ഇന്നലെ ഞാനൊരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. ആത്മീയതയുടെ പേരിൽ ശുദ്ധ തട്ടിപ്പ് നടത്തുന്ന ചില ഫ്രോഡ് മതപണ്ഡിതന്മാരെ, മുസ്ലിം നാമധാരികളായിട്ടുള്ള തലപ്പാക്കെട്ടൊക്കെ കെട്ടി ആ വേഷമൊക്കെ ധരിച്ചിട്ട് ഓൺലൈനിലൂടെ വമ്പൻ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ചില തട്ടിപ്പ് വീരന്മാരെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഈ അടുത്ത കാലം കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ വൈറലായിട്ടുള്ള ഒരാളാണ് കൊടിമരം തങ്ങൾ, അതായത് ഫ്രോഡ് തങ്ങൾ, ഉഡായിപ്പ് തങ്ങൾ, അങ്ങനെ പല പേരിലാണ് ഇയാൾ അറിയപ്പെടുന്നത്. ഞാൻ അന്നും പറഞ്ഞിരുന്നു, സമുദായത്തിൻ്റെ പേരിൽ, ആത്മീയതയുടെ പേരിൽ ഇത്തരം മുസ്ലിം നാമധാരികളായിട്ടുള്ള ഏതെങ്കിലും വേട്ടാവളിയന്മാർ വന്നിട്ട് ഇത്തരത്തിലുള്ള അസംബന്ധം കാണിച്ചാൽ ഇത് ചോദ്യം ചെയ്യേണ്ടത് ഇവിടുത്തെ മുസ്ലിം സംഘടനകളും ഇവിടുത്തെ മുസ്ലിം പണ്ഡിതന്മാരും ആണെന്ന് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ആരും അത്തരത്തിലൊരു പ്രസ്താവന നടത്താൻ തയ്യാറായിട്ടില്ല. വളരെ ധൈര്യപൂർവ്വം ഇവരെയൊക്കെ വിമർശിക്കാൻ രംഗത്ത് വന്നിട്ടുള്ളത് ആകെ ഉള്ളത് ഒരു യുവ പണ്ഡിതനായിട്ടുള്ള അൻസാരി സുഹൈരി ഉസ്താദ് മാത്രമാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തിട്ടുള്ള വീഡിയോയിൽ ഈ നാറ്റക്കോയ തങ്ങൾ ഒരു കൊടിമരം ഉണ്ടാക്കി, അതിന് ചുറ്റും ഒരു കിണറുണ്ടാക്കി, അതിനകത്ത് വലിയ കറാമത്തുകളാണ് ഉള്ളതെന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകളെയാണ് ഏറ്റവും കൂടുതൽ ഇദ്ദേഹം വശീകരിച്ചുകൊണ്ടിരുന്നത്. ഇദ്ദേഹം അവിടെ ആത്മീയപരമായ രീതിയിലൊക്കെ ചികിത്സകൾ നടത്തുന്നുണ്ട്, പല ആൾക്കാർക്കും അസുഖങ്ങൾ മാറ്റിക്കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരിൽ നിന്നും പണവും സ്വർണവും ഒക്കെ അപഹരിക്കുന്നതിനുള്ള വാർത്തകൾ നമ്മൾ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വാർത്തകൾ നമ്മൾ ചെയ്യുമ്പോൾ സമുദായത്തിലുള്ള ആളുകൾ തന്നെ ഇവരെ സപ്പോർട്ട് ചെയ്ത് വരികയും കുറച്ച് ആൾക്കാർ ഇതിനെ വിമർശിക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഇത് ഒരു സമുദായത്തെ മുഴുവൻ നാണം കെടുത്തുന്ന പരിപാടിയാണ് ഈ വൃത്തികെട്ട കൂട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ ഇന്നലെ ചെയ്തിട്ടുള്ള വീഡിയോയിൽ കരുനാപ്പള്ളി സ്വദേശിയായിട്ടുള്ള ഒരു യുവ പണ്ഡിതൻ എന്ന് പറയുന്ന ഒരു വട്ടൻ, ഈ വട്ടം കാണിച്ചു വെച്ചിരിക്കുന്ന തെമ്മാടിത്തരം ഇച്ചിരി ഉമ്മിണിയൊന്നുമല്ല, ഉമ്രയ്ക്ക് പോകാൻ വേണ്ടി ലോട്ടറി പോലെ നറുക്കെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിനകത്തേക്ക് 86 പേര് 1000 രൂപ വെച്ചിട്ട് ഇവന്റെ മൊബൈലിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ 86 പേരെയും അദ്ദേഹം മറ്റേ കുറിയിട്ട് എടുത്തിട്ട് അതിൽ നിന്ന് ഒരാൾക്ക് ഉമ്രയ്ക്ക് പോകാനായിട്ടുള്ള അവസരം കൊടുക്കും. ഇത് ഇസ്ലാം അനുവദിക്കുന്നതാണോ? ഇത് ഇസ്ലാമിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തികളല്ലേ ഈ ചെറ്റകൾ ഇതിനകത്തിരുന്നുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത് മറ്റ് സമുദായക്കാരെ കൊണ്ട് ചിരിപ്പിക്കുകയും പറയിപ്പിക്കാൻ വേണ്ടിയല്ലേ ഈ പ്രവർത്തികൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അൻസാരി സുഹൈരി ഉസ്താദ് നല്ല കിടുക്കാച്ചി മറുപടിയും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് എനിക്ക് വേറൊരു വാർത്ത, മാതൃഭൂമി ന്യൂസിനകത്താണ് ഈ ഒരു വാർത്ത വന്നിരിക്കുന്നത്. ഏപ്രിൽ 10 തീയതി 2025 എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അത് ശരിയാണോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്കറിയില്ല. ആത്മീയ ചികിത്സകൻ അറസ്റ്റിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാറ്റക്കോയ തങ്ങളുടെ പടം വെച്ചിട്ടാണ് ഇപ്പൊ ഈ ഒരു വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ വന്നിരിക്കുന്നത്. എന്താണെങ്കിലും ഇതുപോലെ തെമ്മാടിത്തരം കാണിക്കുന്ന യവനാണെങ്കിലും കൊള്ളാം, നിയമപരമായ രീതിയിൽ ഇവനെയൊക്കെ തൂക്കിയെടുത്ത് അകത്തിടണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ടേക്ക്. കാരണം ഈ സമുദായത്തിൻ്റെ പേരിൽ ഈ ആത്മീയ തട്ടിപ്പ് നടത്തുന്ന കുറേ വീരന്മാർ ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ട്. മെയിനായിട്ടും ഓൺലൈൻ മാധ്യമങ്ങളിൽ വന്നിരുന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ശുദ്ധ തെമ്മാടിത്തരങ്ങൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓണവുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിലെ ഒരു മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിൽ ഒരു മുസ്ലിം ടീച്ചർ അവിടുത്തെ മുസ്ലിം കുട്ടികളുടെ പേരൻസിന് അയച്ചിട്ടുള്ള ഒരു ഓഡിയോ സന്ദേശം, ആ സന്ദേശത്തിനകത്ത് ആ ടീച്ചർ പറയുന്നത് വളരെ വ്യക്തമാണ്. മുസ്ലിങ്ങളായിട്ടുള്ള നിങ്ങൾ ഓണം ആഘോഷിക്കരുത്, അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങളിൽ പങ്കുചേരരുത് എന്ന് പറയുന്ന ആ ഒരു വാർത്ത, അത് ഇപ്പൊ അവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒരു ക്രിസ്തീയ പുരോഹിതൻ അവരുടെ വിശ്വാസപ്രകാരം അവരുടെ മത വിശ്വാസികളുടെ അടുത്ത് അദ്ദേഹം പറയുന്ന ഒരു വീഡിയോയും കൂടെ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ അതിന് അൻസാരി ഉസ്താദ് കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്. നമുക്ക് ഈ 2 വീഡിയോ ഒന്ന് കണ്ടുവെക്കാം. ആദ്യം ഈ ആത്മീയ തട്ടിപ്പ് നടത്തുന്ന ഈ ഫ്രോഡ് തങ്ങളുടെ ഈ വീഡിയോ ഒന്ന് കണ്ടുവെക്കാം. കേട്ട പ്രകാരമാണെങ്കിൽ മുഹമ്മദി സ്ത്രീകളെ അയാൾ ഈ വിധത്തിൽ ഈ ആത്മീയ ചികിത്സയുടെ മറവിൽ പീഡിപ്പിച്ചിട്ടുണ്ട്, പണവും സ്വർണവും ഉൾപ്പെടെ അപഹരിച്ചിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള നടപടിയാണ് ആവശ്യം. ഒരുപക്ഷെ നാളെ കൂടുതൽ ഇത്തിഹാസ്കരിയും കോഴിക്കോട്ട് നിന്ന് പങ്കുവരും. നമ്മളെ വിഷമങ്ങള് മാറാൻ, നമ്മളെ പ്രയാസങ്ങള് മാറാൻ, നമ്മളെ വീട്ടിൽ അല്ലാഹു ബറക്കത്ത് തരാൻ ഒരുപാട് പേര് വിഷമത്തിലാണ്, ഒത്തിരി വിഷമത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തുൽ യാസീനിനെ മാറ്റി കൊടുക്കട്ടെ. ദാരിദ്ര്യം അല്ലാഹു തരാതിരിക്കട്ടെ, കടങ്ങൾ വീട്ടി തരട്ടെ. എല്ലാത്തിനും ഒരുപാട് വിഷമമായിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി. നാളെ നിങ്ങൾ കേട്ടു, നാളത്തെ ഫളിൽ, നാളെ ചിലപ്പോ ഫളിൽ പറയാൻ പറ്റൂല കേട്ടോ, ചിലപ്പോ ഓപ്പറേഷൻ എന്തായെന്നുള്ളത്. ഇയാളൊരു ശുദ്ധ തട്ടിപ്പാണെന്നുള്ളത് നമ്മൾ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഇയാൾ ചെയ്യുന്നത് മൊത്തം അനിസ്ലാമികമാണ്. ഇവരുടെയൊക്കെ ലക്ഷ്യം പണമാണ്. ആ പണം തട്ടാൻ വേണ്ടി ഏത് മാർഗവും ഇവനൊക്കെ ഉപയോഗിക്കും എന്നുള്ളതാണ്. ഇതിനൊക്കെ ശക്തമായി പ്രതിഷേധിക്കേണ്ടത് ഇവിടുത്തെ മുസ്ലിം മത പണ്ഡിതന്മാരാണ്. വീഡിയോ കൂടെ നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട വീഡിയോ ആണ്. ഇതൊന്ന് കണ്ടതിന് ശേഷം ഉസ്താദ് കൊടുക്കുന്ന മറുപടിയും കേട്ടോളൂ. അല്പസമയം നമുക്ക് പിതാവിനെ കേൾക്കാം.
തട്ടിത്താഴ്ത്തി പാതാളത്തിലേക്ക് ഈ അസുരനെ വിടുന്നതിന് മുൻപ് ഒരാഗ്രഹം, വർഷത്തിൽ ഒരിക്കൽ എനിക്ക് പാതാളത്തിൽ നിന്ന് വന്ന് എന്റെ പ്രജകളെ ഒന്ന് കണ്ടിട്ട് പോകണം. കാണാൻ വരുന്നുണ്ട് അടുത്ത ആഴ്ച. നമ്മളെല്ലാം സെറ്റ് മുണ്ടുമുടുത്ത് അത്തപ്പൂക്കളമിട്ട് ഇവനെ സ്വീകരിക്കാനിരിക്കണം. നമ്മുടെ പിതാക്കന്മാർക്ക് അക്ഷരം അറിയാത്തത് കൊണ്ടല്ല ഇതിനെയൊക്കെ നോന്ന് പറഞ്ഞത്. ആത്മനിറവ് പ്രാപിച്ച ദൈവമൈതലേ, ഇതൊക്കെ ആചരിച്ച് ഈ ഒഴുക്കിനൊത്തൊഴുകുന്ന നിനക്ക് സ്വർഗം കാലി കടന്നാലും സ്വർഗം കാലി കടന്നാലും, കാലി എന്ന് പറയുന്ന സാധനം എന്താ മനസ്സിലായേ? പശുവില്ലേ, അത് കടന്നാലും നീ ഒന്ന് സ്വർഗത്തിൽ പോത്തില്ലെന്നാ പള്ളിയിൽ ലക്ഷം പറഞ്ഞത്. ബാക്കിയും കൂടെ കേൾക്കും. ഈയെ കട്ടി പറന്നു കയറിയാലും നിത്യതയ്ക്ക് അർഹതയില്ലെന്ന് വചനം ഒപ്പ്. സ്വർഗത്തിൽ പോത്തില്ലെന്ന് എഴുതി ഒപ്പിട്ടിരിക്കുക. ഒപ്പ്. ബാക്കി പറ. ഈ അസുരപ്രതിനിധിയായി പാതാളത്തിലേക്ക് പോയ ഈ പൈശാചിക മൂർത്തിയായി പാവം മാറിയ ഇദ്ദേഹം കാണാൻ വരുന്നുണ്ട് അടുത്ത ആഴ്ച. ദൈവത്തിന് സ്തോത്രം. നമ്മളെല്ലാം സെറ്റ് മുണ്ടുമുടുത്ത് അത്തപ്പൂക്കളമിട്ട് ഇവനെ സ്വീകരിക്കാനിരിക്കണം. എന്റെ മുൻപിലിരിക്കുന്ന ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കളോട് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പിതാക്കന്മാർക്ക് അക്ഷരം അറിയാത്തത് കൊണ്ടല്ല ഇതിനെയൊക്കെ നോന്ന് പറഞ്ഞത്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഇപ്പൊ എന്റെ മുത്തുമണികൾക്ക് വികാര തള്ളിച്ചെന്ന് വരുന്നില്ലേ? ഈ വികാര വിക്ഷോഭങ്ങൾ പ്രകടിപ്പിക്കാൻ തോന്നില്ലേ? ഇല്ലായിരിക്കുമല്ലേ? അങ്ങനെ വികാര തള്ളിച്ചയിൽ എന്തെങ്കിലും പറയണമെങ്കിൽ ഇപ്പൊ പ്രസംഗിച്ച ആളുടെ വേഷവിധാനം ഞാൻ ഈ ധരിച്ചിരിക്കുന്നത് സമാനമാകണം എന്നുള്ളതാണ്. നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടല്ലോ അല്ലേ? ഈ അച്ഛൻ പറഞ്ഞിട്ടുള്ള വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇത്രയും രൂക്ഷമായ ഭാഷയിൽ എനിക്ക് തോന്നുന്നില്ല ആ തൃശ്ശൂരിലെ ടീച്ചർ പറഞ്ഞെന്നുള്ളത്. കാരണം തൃശ്ശൂരിലെ ടീച്ചർ ആ മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള കുട്ടികളുടെ പേരൻസിനോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു, ഓണം എന്ന് പറയുന്നത് ഒരു ഹിന്ദു മതവിശ്വാസവും അതിൻ്റെ ആചാരങ്ങളുമാണ്. ആ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും നിങ്ങൾ പങ്കെടുക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ അത് തെറ്റാണ്, ഈ കാലഘട്ടത്തിൽ തെറ്റാണെന്നുള്ളത് നമ്മൾ 100 വട്ടം ആവർത്തിച്ച് പറഞ്ഞു. പക്ഷെ ഇവർക്കെതിരെ വടിയും കൊടയും എടുത്തു വന്ന് ഈ ഒരു പ്രകടനം കാണിച്ചിട്ടുള്ള ആളുകൾ എന്തുകൊണ്ടാണ് ഇത്രയും രൂക്ഷമായ ഭാഷയിൽ ഓണം സെലിബ്രേഷൻ ആഘോഷിക്കാൻ പാടില്ല പുരോഹിതൻ പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് ഇവരൊന്നും വരാഞ്ഞത്? കാരണം ഉസ്താദ് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വേഷത്തിൽ, അതായത് മുസ്ലിം വേഷത്തിലായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ സ്വമേധ്യ കേസ് എടുക്കാൻ പറ്റിയ വകുപ്പുകളൊക്കെ ഈ ഒരു വിഷയത്തിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പം ചില പ്രത്യേക മതവിഭാഗങ്ങളോട് കാണിക്കുന്ന ഒരു പ്രത്യേക താല്പര്യം അതാണ് നമ്മൾ ഈ ഒരു വിഷയത്തിൽ കണ്ടത്. എന്തായാലും ആ മനുഷ്യൻ പറഞ്ഞിട്ടുള്ളത് അവരുടെ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട്, അവരുടെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾക്കാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അതൊരു വലിയ തെറ്റായിട്ടൊന്നും ഒരു പക്ഷേ ചിലപ്പം മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കത്തില്ല. പക്ഷേ ഈ ടീച്ചർ പറഞ്ഞതും അതേ വിഭാഗത്തിൽപ്പെട്ട ആളുകളോടാണ്. ഈ രണ്ടുപേരും ഇതിനെക്കുറിച്ച് പറഞ്ഞത് ശരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ അത് നമ്മുടെ മതസൗഹാർദ്ദത്തെ തകർക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ തന്നെയാണ് എന്ന ആ ഒരു ഇതിൽ തന്നെയാണ് ഞാൻ ഉറച്ചു നിൽക്കുന്നത്. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതുപോലുള്ള ചില ഫ്രോഡുകളെയും ഇതുപോലെ സമൂഹത്തിൽ വിഭാഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ തിരിച്ചറിയണം എന്ന് മാത്രമേ ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും